വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ കോരിച്ചിരിയുന്ന മഴയിൽ കുതിർത്ത് എന്തും സംഭവിക്കുമോ എന്ന് പേടിച്ചു കൊണ്ടിരുന്നൊരു ഘട്ടത്തിൽ ഈ നിലമ്പൂരിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി സ്വരാജും കടന്നു വന്നപ്പോൾ വളരെ സുന്ദരമായ ഒരു കാലാവസ്ഥ സംജാതമാക്കിക്കൊണ്ട് നിങ്ങൾ വിജയിച്ചുകൊള്ളൂ എന്ന് ദൈവം പോലും വിളിച്ചു പറയുന്ന സുന്ദരമായൊരു സായാഹ്നത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ മുഹൂർത്തമാണിത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തുടരണം എന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷക്കാർ മാത്രമല്ല, ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ ഇല്ലാതായി പോയാൽ നാളെ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ജനതയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുമുള്ളത്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെ സ്ഥിതികൾ വെച്ച് പരിശോധിക്കുമ്പോൾ സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം പല സംസ്ഥാനങ്ങളിലുമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന തൊട്ടടുത്ത കർണാടകയിലാണ് കോൺഗ്രസിൻ്റെ ഒരു പറ്റം മുസ്ലിം നേതാക്കന്മാർ 2 ദിവസം മുമ്പ് രാജിവെച്ച് പോയത്. അവർ പറഞ്ഞത് ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ കോൺഗ്രസ് തുടരുന്നില്ല എന്നാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ രാജ്യത്ത് സ്വന്തം വിശ്വാസാചാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിവിധ സംസ്ഥാനങ്ങളുള്ള രാജ്യത്താണ് ഈ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന സമാധാനത്തിൻ്റെ തുരുത്തായി കേരളം എന്ന സംസ്ഥാനം ഉയർന്നു നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അത് ഈ രാജ്യത്ത് നിലനിർത്താനുമുള്ള ഒരു പ്രതിജ്ഞക്കുള്ള തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയുള്ള വലതുപക്ഷമായാലും അതുപോലെ തന്നെ അത് BJP ആയാലും അതോടൊപ്പം തന്നെ ഇവിടെ മത്സരിക്കാൻ പോകുന്ന മറ്റു ചിലരായാലും ഒരേ കാര്യത്തിൽ അവർ ഒന്നിച്ചു നിൽക്കുകയാണ്. അവർക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ ശത്രു ആരെന്ന് ചോദിച്ചാൽ അത് പിണറായിസമാണ് എന്നാണ്. എന്താണ് പിണറായിസം എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഞങ്ങൾ ഉറക്കെ പറയുന്നു, സഖാവ് പിണറായിയുടെ നിലപാടുകൾ തെറ്റാണെന്ന രീതിയിലാണ് നിങ്ങളിത് പറയുന്നെങ്കിൽ ഈ പിണറായിയുടെ നീണ്ട 9 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഫലമനുഭവിച്ച ജനത പറയുന്നു, ഞങ്ങൾക്ക് പിണറായിസം മതി, ഈ പിണറായിസം മതി എന്ന് പ്രഖ്യാപിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. ഈ 19 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ എങ്കെല്ലാം പ്രിയങ്കരനായ സ്വരാജിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.